നമുക്ക് ഇന്നത്തെ പഴയ സബ്ജക്റ്റ് തന്നെയാണ് ഇന്നത്തേത്. നമ്മളെ രേഷ്മ തങ്കച്ചൻ എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയെ പറ്റിയാണ്. ഞാനും കല്യാണം കഴിഞ്ഞതാണ്, എനിക്കുണ്ട് കുട്ടികൾ. എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയപ്പോൾ എൻ്റെ വീട്ടുകാരെ ആരെ അയാൾ കൊണ്ടുപോയില്ല, എന്നെ മാത്രമാണ് കൊണ്ടുപോയത്. പിന്നെ ഇവളുള്ള ചേച്ചിയും കൂടി വന്നിരുന്നുകൊണ്ട് പറയുന്നുണ്ട്, അയാൾ പോയപ്പോൾ കുറേ കടങ്ങളും ആക്കി വെച്ചിട്ട് പോയതെന്ന്. അയാളൊരു പാവം മനുഷ്യനായിരുന്നു. ഈ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ, അയാളൊരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു. എന്ന് വെച്ചാൽ ഇവളെ നോക്കണം, ആ ചെറിയ കുട്ടിയെ നോക്കണം, പിന്നെ ആ വലിയ മോനെ നോക്കണം, പിന്നെ ഇവളെ ചേച്ചീരെ നോക്കണം, ഇവളെ ചേച്ചിയുടെ ഹസ്ബൻഡിനെ നോക്കണം, ചേച്ചിയുടെ 2 മക്കളെ നോക്കണം, പിന്നെ ഇവളെ തന്തയെന്ന് പറയണ ഒരു നായിൻ്റെ മോൻ അങ്ങേരെ നോക്കണം, പിന്നെ അമ്മയെ നോക്കണം. ഇവർക്കൊക്കെ വിയർപ്പിൻ്റെ അസുഖങ്ങളുള്ളവരാ. ചെറിയ കുട്ടികളെ നമുക്ക് അങ്ങോട്ട് മാറ്റി നിർത്താം. ഇതെല്ലാവരെയും ഈ ഒരു മനുഷ്യനാണ് നോക്കിക്കൊണ്ടിരുന്നത്. വാടക കൊടുക്കണം, പിന്നെ ഇതിൻ്റെയൊക്കെ ചിലവ്, ഇതെല്ലാം ആ ഒരു മനുഷ്യനാണ് നോക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ടും മരിച്ചു പോയ അയാളെ പറ്റി അങ്ങനെ പറയുന്നു ഈ ചേട്ടത്തി അനിയത്തിയും കൂടി. പിന്നെ ഇപ്പം ആ കൊച്ചിനെ ദ്രോഹിക്കുന്നു. എന്തിൻ്റെതാണ് അയാളെ പേര് വിറ്റ് ഇവളെ ഇവിടെ കിടന്നങ്ങ് പണം വാരി 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 കൂട്ടണം എന്നാണ് പറയണത്. പിന്നെ എന്ത് ഇവളിങ്ങനെ ജീവിക്കുന്നത്? വീട് കൊടുത്ത അയാളെ തെറി പറഞ്ഞ്, സ്ഥലം കൊടുത്ത അയാളെ തെറി പറഞ്ഞ്, പിന്നെ മതിൽ കെട്ടിക്കൊടുത്ത ആളിനെ തെറി പറഞ്ഞ്,